ഹലോ. ആ ചേട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ കാണില്ലേ? ശരി ശരി, ഓക്കെ. ഒത്തിരി നേരം ആയോ വന്നിട്ട്? ഞാൻ ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായി, അതാണേ, സോറി. ഞാൻ വന്നിട്ടൊരു 10 മിനിറ്റായി. പിന്നെ താൻ എന്തിനാ കാണണമെന്ന് പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ കല്യാണം തീരുമാനിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ കൂടി വന്ന എത്ര നാളുണ്ട്? നിസ്സാര നാളുകളല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി പെട്ടെന്ന് എന്തായിരിക്കും താൻ കാണണമെന്ന് പറഞ്ഞത് ഞാനിങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. അല്ല, അതൊന്നുമില്ല ചേട്ടാ. നമുക്കേ കല്യാണം ഇനിയിപ്പോൾ ഒരുപാട് നാളില്ലെന്ന് പറഞ്ഞാലും 2-3 മാസം അവധി ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ചേട്ടനോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നാ തീരുമാനിക്കാൻ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. താൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോ, കുഴപ്പമില്ല. എന്താണെങ്കിലും നമുക്ക് വിഷയമുള്ള കേസല്ല, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാമല്ലോ, സമയമുണ്ടല്ലോ. വേറെ ഒന്നുമല്ല ചേട്ടാ, അവർ നിങ്ങളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോൾ സ്ത്രീധനത്തിൻ്റെ കാര്യവും ഒക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം നല്ലൊരു തുകയാണ് അവർ സ്ത്രീധനമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടുകാർ കിടന്ന് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ സ്ത്രീധനത്തിൻ്റെ കാര്യം എന്തെങ്കിലും ഒന്ന് ചേട്ടൻ വീട്ടിലൊന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഇത്രയും സ്ത്രീധനം നിന്ന് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കാര്യം വലിയ കുഴപ്പമില്ലെങ്കിലേ സ്ത്രീധനം ഇച്ചിരി കൂടുതലല്ലേ. ചേട്ടൻ എന്തെങ്കിലും ഒന്ന് വീട്ടിൽ സംസാരിച്ച് ശരിയാക്കുമായിരുന്നെങ്കിൽ അതൊരു വലിയ ഉപകാരമായേനെ. സ്ത്രീധനത്തിൻ്റെ കാര്യം സംസാരിക്കാൻ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ സംസാരിച്ചല്ലേ. അപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോൾ അവരുടെ സംസാരത്തിൻ്റെ മീതിന് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഞാൻ അതിൻ്റെ സ്ത്രീധനത്തിൻ്റെ കാര്യം തീരുമാനമെടുത്ത് ഞാനും അല്ലാണ്. എനിക്ക് താല്പര്യമില്ല, എന്നാൽ പോലും വീട്ടുകാർ സമ്മതിക്കില്ല. സ്ത്രീധനം ഇല്ലാത്തൊരു ഇതിനെക്കുറിച്ച് അത് നമ്മൾ ആലോചിക്കേണ്ടായിരിക്കും. അതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ചേട്ടാ, അങ്ങനെ പറയുന്നൊരു കാര്യമില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ജീവിക്കേണ്ടത് നമ്മൾ രണ്ടുപേരുമാണ്. അപ്പോൾ ചേട്ടന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം വേണ്ടേ? എന്നാലല്ലേ നമ്മുടെ ഭാവിയിലുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടന് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നുമില്ല. വീട്ടുകാരുടെ ഇഷ്ടത്തിനാണ് ചേട്ടൻ കല്യാണം കഴിക്കാൻ ഇരിക്കുന്നത് അല്ലേ? എന്തായാലും എൻ്റെ വീട്ടുകാരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടില്ല എന്ന് വയ്ക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്ത്രീധനം ഇല്ലാണ്ട് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യം. അപ്പോൾ സ്ത്രീധനമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബന്ധം ഇവിടെ വെച്ച് ഉപേക്ഷിക്കാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം കല്യാണം കഴിഞ്ഞു, പിന്നെ കുട്ടികളായി, ഇതെല്ലാം കഴിഞ്ഞ് വീട്ടുകാരായി, പ്രശ്നമായി, സ്ത്രീധനപ്പേര് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിക്കൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് അവരെൻ്റെ ഒപ്പം നിൽക്കും. എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു വീട്ടുകാർ എനിക്കുണ്ട്. അപ്പോൾ എന്നെപ്പോലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും അതൊരു വലിയ ധൈര്യം തന്നെയായിരിക്കും. അപ്പോൾ ചേട്ടൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആലോചിച്ച് എന്നാന്ന് വെച്ചാൽ തീരുമാനിക്കുകയോ പറയോ എന്നാന്ന് വെച്ചാൽ ചെയ്താൽ എന്തായാലും സ്ത്രീധനം ഇങ്ങനെ ചോദിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല ചേട്ടാ.